തിരുവോണ ദിവസം മലയാളികൾ സമൃദ്ധമായി ഓണം ഉണ്ണുന്ന ദിവസമാണ്. എല്ലാ സ്ഥലങ്ങളിലും ആഘോഷത്തിൻ്റെ ദിവസമാണ്. പക്ഷേ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ സമരം നടത്തുകയാണ്. ആ സമരത്തിൻ്റെ ദയനീയ ചിത്രമാണ് കൈരളി ന്യൂസ് പങ്കുവയ്ക്കുന്നത്. കാരണം അവർ മണ്ണ് വാരി തിന്നാണ് പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. ആ ഇലയിട്ട് അതിൽ മണ്ണ് വിളമ്പി തങ്ങളുടെ പ്രതിഷേധം അവർ രേഖപ്പെടുത്തുന്നു. കാരണം ആ PSCയുടെ ഡ്രൈവർമാരുടെ റാങ്ക് ലിസ്റ്റിൽ അവർക്ക് അവരെ പരിഗണിച്ചില്ല എന്നതാണ് വിവാദമായി പലതരത്തിലുള്ള ഉത്തരവും വരുന്നു. വേക്കൻസി ഇല്ല എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ പരിഗണിക്കുന്നില്ല. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് സർക്കാർ കനിയണം, സർക്കാർ കണ്ണു തുറക്കണം എന്നതാണ് അവരുടെ ആവശ്യം. ആ ദൃശ്യങ്ങളിൽ കാണാം. കാരണം സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്തിൽ ഇങ്ങനെ ഇന്നൊരു ദിവസം എന്തുകൊണ്ട് സമരം നടത്തുന്നു എന്ന് ചോദിച്ചാൽ അത്രയേറെ ദയനീയമായ അവരുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ്. പലതരത്തിൽ അവർ പ്രതിഷേധം രേഖപ്പെടുത്തി. പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നതാണ്. കാരണം ഈ PSC പരീക്ഷ എഴുതി ഒരു തൊഴിലിന് വേണ്ടി കാത്തിരുന്നവർ, അങ്ങനെ ആ ലിസ്റ്റിൽ നിന്ന് ആൾക്കാരെ എടുക്കുമെന്ന് അവർ കരുതി. ഉദ്യോഗാർത്ഥികളെല്ലാം വലിയ പ്രതിഷേധത്തിലായിരുന്നു. അത് അവരോട് തന്നെ ചോദിക്കാം. കാരണം ഇങ്ങനൊരു ദിവസം ഞാൻ മുഖവരെ പറഞ്ഞതാണ്, ഇതൊരു തിരുവോണ ദിവസമാണ്. ഇന്നെല്ലാവരും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറഞ്ഞാൽ ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും ഒക്കെ അതീതമായി എല്ലാവരും ഒന്നിച്ചുകൂടി തിരുവോണ സദ്യ കഴിക്കുന്ന ദിവസമാണ്. ഈ ദിവസമാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇങ്ങനെ ഇലയിട്ട് മണ്ണ് വിളമ്പി കഴിക്കേണ്ട അവസ്ഥ. എന്താണ് നിങ്ങളുടെ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ഞങ്ങളുടെ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വേക്കൻസി ഉണ്ട്, ഞങ്ങൾക്ക് നിയമനമില്ല. വണ്ടിയില്ല എന്നുള്ള ഒരു മുടന്ന ന്യായമാണ് സർക്കാർ പറയുന്നത്. കാരണം വണ്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ OA നിയമിക്കാം. അവിടെ ഡ്രൈവർ കം OA എന്നാണ് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ തന്നെ. അത് ചെയ്യുന്നില്ല. അതാണ് ഞങ്ങളുടെ വണ്ടിയില്ലെങ്കിൽ അവിടെ OA നിയമിക്കുക. പലയിടത്തും പോകുമ്പോഴേക്കും പറയുന്നതെന്ന് വെച്ചാൽ വണ്ടിയില്ല എന്ന്. പക്ഷേ അവിടെ വാഹനങ്ങളും ഉണ്ട്, താൽക്കാലികക്കാരും ഉണ്ട്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ അത് പറയുന്നത് മുടന്ന ന്യായം എന്ന് പറഞ്ഞാൽ സാങ്ഷൻഡ് വേക്കൻസി അല്ലാന്ന്. അപ്പം ഞങ്ങൾ ഒരു കാര്യമേ ആവശ്യപ്പെടുന്നുള്ളൂ, സാങ്ഷൻഡ് അല്ലാത്ത വേക്കൻസിക്ക് താൽക്കാലികക്കാരെ മാറ്റി ഞങ്ങളെ നിയമിക്കുക. എന്നിട്ട് ഞങ്ങളുടെ സാങ്ഷൻഡ് പോസ്റ്റ് വരുമ്പോൾ ഞങ്ങൾ അതിലോട്ട് വണ്ടിയിലോട്ട് മാറിക്കോളാം. കാരണം ലിസ്റ്റ് തീരെയല്ലേ, സമയം പോവുകയാണ്. സർക്കാർ ഏതെങ്കിലും കാലത്ത് വണ്ടി എടുത്താൽ ആ വേക്കൻസി ഞങ്ങൾക്ക് കിട്ടത്തില്ലല്ലോ. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ പട്ടികയുടെ, അതായത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഒരു 9 ജില്ലകൾക്ക് സെപ്റ്റംബറിലും ബാക്കി 2 ജില്ലകൾക്ക് നവംബറിലും അവസാനിക്കുകയാണ്. ഞങ്ങൾക്കൊരു പ്രതീക്ഷ നൽകിയ ഒരു ലിസ്റ്റാണ്, വളരെയേറെ പ്രതീക്ഷ. കാരണം എനിക്കോ ഇതേപോലെ ലിസ്റ്റ് കുറച്ച് പേരുണ്ട്, അവരുടെ എല്ലാം പ്രായപരിധി അവസാനിക്കുകയാണ്. ഇനി ഞങ്ങൾ PSC ഉപദ്രവിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. കാരണം ഞങ്ങളെ പ്രായപരിധി കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഈ സർക്കാരുമായി ബന്ധപ്പെട്ട മന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ കണ്ട് നിങ്ങൾ നിവേദനം കൊടുക്കുകയോ നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഓരോരുത്തർക്കും ഒരു 10 നിവേദനം കുറയാതെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും തീരുമാനമായിട്ടില്ല. ഇതെങ്കിലും കണ്ട് സർക്കാർ ഞങ്ങൾക്ക് കണ്ണ് തുറക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായും എല്ലാവരും പറയുന്നത് അത് തന്നെയാണ്. എല്ലാവർക്കും വേണ്ടിയാണ് ഇവിടെ ഈ സമരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആൾ സംസാരിച്ചത്. കാരണം അവരുടെ അവസ്ഥ, കാരണം എന്താണ് എന്ന കാര്യം പറഞ്ഞു. കാരണം ഇത് സർക്കാർ കനിഞ്ഞേ മതിയാവും. കാരണം പലരുടെയും ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രായപരിധി അവസാനിക്കാൻ പോകുന്നു. ഇനി അടുത്തൊരു തൊഴിൽ, സർക്കാർ ജോലി എന്ന് പറയുന്നത് ഇനി അവർക്കുടെ സ്വപ്നം മാത്രമാണ്. അതുകൊണ്ട് ഈ ലിസ്റ്റിനെ സംബന്ധിച്ച് അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. ആ പ്രതീക്ഷയോടെ കാത്തിരുന്ന ലിസ്റ്റിനാണ് ഇപ്പോൾ ഈ ദുർവിധി വന്നിട്ടുള്ളത്. എങ്ങനെയാണ് സമരം? കാരണം ഇങ്ങനെ ഈ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനൊരു ദിവസത്തിൽ പോലും നമുക്കിങ്ങനെ സെക്രട്ടേറിയറ്റ് മുന്നിൽ വന്നിരിക്കേണ്ടി വരുന്നു. വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളിപ്പോൾ വിവിധ ഡ്രൈവർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ്. ഞാനിപ്പോൾ പ്രതിദാനം ചെയ്യുന്നത് ഇടുക്കി 621/2024 ഇടുക്കി റാങ്ക് ലിസ്റ്റിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിയമന നിരോധനമാണ്. പൂർണ്ണാർത്ഥത്തിൽ പറഞ്ഞ നിയമന നിരോധനമാണ്. പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട വേക്കൻസികൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെ ലിസ്റ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ LSTD വകുപ്പിൽ നിന്ന് 3 വേക്കൻസികൾ ഞങ്ങൾ PSC സൈറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ട് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് നിയമനം തന്നിട്ടില്ല. ഇത് മാത്രമല്ല 6-8 വേക്കൻസികൾ ഇനിയും റിപ്പോർട്ട് ചെയ്യപ്പെടാനുണ്ട്. പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നായി വാഹനമില്ല എന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. എന്നാൽ ഇതേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ, അതേ ഓഫീസിൽ തന്നെ താൽക്കാലികക്കാരെ കുത്തി നിറച്ചിരിക്കുകയാണ്. അപ്പോൾ വാഹനമില്ല എന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട വേക്കൻസികൾ ഞങ്ങൾക്ക് തന്നെ കിട്ടണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളെ സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പ്രായം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒന്ന് ചർച്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് വേക്കൻസി പുനർ സൃഷ്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല. നിലവിൽ വേക്കൻസികൾ ഉണ്ട്. ഉള്ള വേക്കൻസികൾ ഞങ്ങൾക്ക് തന്നാൽ മതി. അതേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. അതായത് ഗവൺമെൻറ്റിന് അധികം ബാധ്യത വരുന്ന ഒരു പ്രശ്നവും ഇതിനകത്തില്ല. എന്നാൽ ഞങ്ങളുമായിട്ടൊന്ന് ചർച്ചയ്ക്കിരുന്നാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞങ്ങളൊന്ന് പരിഗണിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും അവരെ സംബന്ധിച്ച ആവശ്യം ന്യായമാണ്. കാരണം ഇത് ചർച്ചയ്ക്ക് തയ്യാറാകണം. കാരണം സർക്കാരിന് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നം മാത്രമാണ്. കാരണം വേക്കൻസി ഇല്ല എന്ന് പറയുന്നത് മുടന്തൻ ന്യായമാണ്. കാരണം അവിടെ വേക്കൻസി ഉണ്ട്. അത് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അനുസരിച്ചുള്ള ഒഴിവും ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഇവിടെ നേരത്തെ തന്നെ സംസാരിച്ച ഉദ്യോഗാർത്ഥി പറഞ്ഞതുപോലെ വിവിധ ജില്ലകളിൽ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവരെയും പ്രതികരിച്ച് അതാത് ജില്ലകളിൽ നിന്ന് എത്തിയവരാണ്. കാരണം ഇന്നത്തെ അവരുടെ ഓണം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് മുന്നിലെ
ഈ പ്രതിഷേധത്തിൽ അവസാനിക്കുകയാണ്. അത്രയേറെ ഉദ്യോഗാർത്ഥികളുടെ ദയനീയമായ അവസ്ഥയാണ് ഇവിടെ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണം. ചർച്ചയ്ക്ക് തയ്യാറായാൽ അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അവസരമുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാർ അറിയാമല്ലോ, കാരണം വലിയ തരത്തിൽ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സർക്കാരിനെ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ചത്. ഉദ്യോഗാർത്ഥികളും PSCയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ പ്രതീക്ഷ ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പ്രസംഗിച്ചത് ഈ സെക്രട്ടറി നടയിൽ തന്നെ വന്ന് പല റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരത്തിൽ വന്ന് സംസാരിച്ച ഒരാളാണ് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് ഈ വിഷയങ്ങളൊക്കെ അറിയാവുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് രാഷ്ട്രീയമല്ല ഇതിനെ കാണേണ്ടത്. ഈ കാര്യത്തിൽ ഈ പറഞ്ഞ പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നവർ അവരൊരു തൊഴിലിന് വേണ്ടി കാത്തിരുന്നു. ഈ അവസരം ലഭിച്ചില്ല എങ്കിൽ പലർക്കും ഏജ് ഓവറായി പോവുകയാണ്. അതിൻ്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കി സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഇന്ന് തിരുവോണ നാളിൽ പോലും ഈ സെക്രട്ടേറിയറ്റ് നടയിൽ വന്ന് ഇങ്ങനെ ഇലയിൽ മണ്ണിട്ട് വിളമ്പി കഴിച്ച് പ്രതിഷേധിക്കേണ്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്.